ആളുകളെ നമ്മളിലേക്ക് ആകർഷിക്കാനും നമ്മളുടെ വ്യക്തിത്വത്തിന് നല്ലൊരു ആകർഷണം ലഭിക്കാനും പരമ്പരാഗതമായിട്ട് ജപിച്ചു പോന്നിരുന്ന ഒരു രഹസ്യ വിഭാഗത്തിൽപ്പെടുന്ന മോഹിനി മന്ത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു മന്ത്രത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രയോഗ രീതിയുണ്ട്. അപ്പോൾ അത് മുഴുവൻ മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഈ ഒരു മന്ത്രം നമ്മൾ പ്രയോഗിക്കാൻ പാടുള്ളൂ. മഹാവിഷ്ണുവിൻ്റെ മോഹിനി അവതാരവുമായിട്ട് ബന്ധപ്പെട്ട ദേവതയാണ് മോഹിനി. ഈ മോഹിനിയുടെ ഒരു സങ്കല്പം തന്നെ ആകർഷണത്തിൻ്റെയും അതുപോലെ തന്നെ സൗന്ദര്യത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകമായിട്ടാണ് മോഹിനി എന്ന ദേവതയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മന്ത്രം ആകർഷണത്തിനും മുഖ സൗന്ദര്യത്തിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. സ്ത്രീ പുരുഷ വശീകരണത്തോടൊപ്പം തന്നെ സ്ത്രീ പുരുഷ വശീകരണങ്ങൾക്കായിട്ട് ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ പിണക്കങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടും എല്ലാവരോടും നമുക്കൊരു സ്നേഹത്തിൽ പോകാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് കലകൾ അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള ആവശ്യങ്ങളിൽ അഭിവൃദ്ധി നേടുന്ന രീതിയിലുമാണ് ഈ ഒരു മന്ത്രം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഈ ഒരു മന്ത്രത്തിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റം വരുത്തേണ്ടതെന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് മുഴുവനായിട്ടും കാണുക. അതിനു മുന്നേ നമ്മുടെ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നിങ്ങൾ വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിച്ച് വിളിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ജനന വിവരങ്ങളില്ലാത്ത ആളുകൾക്ക് അവരുടെ കൈരേഖയുടെ ഫോട്ടോ അയച്ച് നൽകിയാലും നമുക്ക് സാമ്പത്തികം, അതുപോലെ തന്നെ ജോലി, വിവാഹം, അങ്ങനെ എന്താണ് നമ്മുടെ തടസ്സങ്ങൾ മനസ്സിലാക്കി, ഗ്രഹനിലകൾ മനസ്സിലാക്കി നമുക്ക് കാര്യങ്ങൾ പറയാവുന്നതാണ്. നമുക്ക് ആ ഒരു മന്ത്രം എങ്ങനെയാണ് ജപിക്കുന്നതെന്ന് നോക്കാം. ഓം ക്ലീം മോഹിനി അമുഖം മോഹയ മോഹയ ഹൂം. അപ്പോൾ ഇതിൽ ഈ അമുഖം എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ആരെയാണോ ആകർഷിക്കേണ്ടത് ആ വ്യക്തിയുടെ പേരാണ് നമ്മൾ ചേർക്കേണ്ടത്. പറഞ്ഞത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമുക്കൊരു വ്യക്തിയല്ല, നമ്മുടെ തൊഴിൽപരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ നമുക്ക് മറ്റുള്ള ആളുകളുടെ അംഗീകാരം ലഭിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് എത്ര കഴിവുണ്ടെങ്കിലും നമ്മളെ മറ്റുള്ള ആളുകൾ അംഗീകരിച്ചില്ലെങ്കിൽ നമുക്കതുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മുടെ കഴിവാണല്ലോ നമുക്ക് ധനം നൽകുന്നത്. നമ്മുടെ കഴിവിൽ വളർച്ച ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മളിലേക്ക് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയും വരുന്നത്. അപ്പോൾ ഈ ഒരു മന്ത്രം കൊണ്ട് നമുക്ക് നമ്മുടെ കഴിവും അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തികവും നമുക്ക് ഉയർത്തുവാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഈ അമുഖം എന്ന് പറഞ്ഞ സ്ഥലത്ത് സർവജനം എന്നാണ് ചേർക്കേണ്ടത്. ഓം ക്ലീം മോഹിനി അമുഖം മോഹയ മോഹയ ഹൂം. അപ്പം ആ മന്ത്രത്തിൽ വരുത്തേണ്ട വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു മന്ത്രം നമ്മൾ വളരെ കൃത്യമായി പഠിച്ച ശേഷം, നമുക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം, അമാവാസി കഴിഞ്ഞ് വരുന്ന ശുക്ലപക്ഷത്തിലെ, അതായത് അമാവാസി കഴിഞ്ഞ് വരുന്ന 15 ദിവസങ്ങളിലെ വെള്ളിയാഴ്ച ദിവസം, അതായത് ഇപ്പോൾ ഈ ഓഗസ്റ്റ് മാസം 12-ന് അമാവാസിയാണ്, അത് കഴിഞ്ഞ് വരുന്ന 14-ാം തീയതി വെള്ളിയാഴ്ചയാണ്. ആ രൂപത്തിൽ ആ ഒരു വെള്ളിയാഴ്ച നമ്മൾ കിഴക്ക് ദർശനമായിട്ടിരുന്നുകൊണ്ട് രാത്രി 10 മണിക്ക് ശേഷമാണ് ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത്. ആരും കാണാതെയും ആരും കേൾക്കാതെയും രഹസ്യമായിട്ട് ചെയ്യേണ്ട മന്ത്രമാണ്. അത്തരത്തിൽ നമ്മൾ 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക. 3 ദിവസം മുതൽ നമുക്ക് ഈ ഒരു മന്ത്രത്തിൻ്റെ എഫക്റ്റ്, ഈ ഒരു മന്ത്രത്തിൻ്റെ വശ്യത നമ്മളിലേക്ക് ലഭിക്കുന്നതായിരിക്കും. ആ മാറ്റങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ മന്ത്രജപത്തിന് ശേഷം ദേവിയോട് നമ്മുടെ ആഗ്രഹം പ്രാർത്ഥിക്കുക. ആളുടെ ഒരു വ്യക്തി കേന്ദ്രീകരിച്ചാണെങ്കിൽ നക്ഷത്രവും പേരും പറയുക, അതല്ലെങ്കിൽ എല്ലാവരുമായിട്ടുള്ള വശ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി.